Hi viewers, today we will be discussing about water resources. Dear students, we were discussing about natural resources in terms of use. Already discussed about forest resources. Now we will be discussing about water resources. Water resources. Water is an indispensable natural resource. Water is characterized by certain unique features which make it a marvelous. എല്ലാവർക്കും അറിയാം, പ്രകൃതിയുടെ ഏറ്റവും വലിയൊരു സംഭാവനയാണ്, ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഗിഫ്റ്റ് തന്നെയാണ് വാട്ടർ. വാട്ടറിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട്. അതാണ് അതിനെ മാർവലസ്, ഏറ്റവും അതിശയിപ്പിക്കുന്ന, മികച്ചതാക്കി മാറ്റുന്നത്. വാട്ടർ യൂട്ടിലൈസേഷൻ പാറ്റേൺ. ഇനി എങ്ങനെയാണ് വെള്ളം എന്ന റിസോഴ്സിനെ ഉപയോഗിക്കുന്നത്? അതാണ് വാട്ടർ യൂട്ടിലൈസേഷൻ പാറ്റേൺ. The usable category of water may be grouped into following categories. വാട്ടർ റിസോഴ്സസിനെ എങ്ങനെയാണ്, അല്ലെങ്കിൽ വെള്ളം എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത് എന്നത് താഴെ പറയുന്ന കാറ്റഗറീസിലായിട്ടാണ് ഡിവൈഡ് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കൺസംപ്റ്റീവ് നേച്ചർ. ഇറ്റ് ഇൻക്ലൂഡ്സ് ഇറിഗേഷൻ ആൻഡ് ഡൊമസ്റ്റിക് പർപ്പസ്. കൺസംപ്റ്റീവ് നേച്ചർ എന്ന് പറഞ്ഞാൽ വെള്ളം നമ്മൾ നേരിട്ട് പല കാര്യങ്ങൾക്കും ഉപയോഗിക്കാറുണ്ട്. നേരിട്ട് കൺസ്യൂം ചെയ്യുന്നത് കൊണ്ടാണ് അതിനെ കൺസംപ്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ജലസേചനത്തിന് വേണ്ടിയിട്ട്, അതുപോലെ ഡൊമസ്റ്റിക് പർപ്പസ്. ജലസേചനത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ കൃഷി ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട്. അടുത്തതായി ഡൊമസ്റ്റിക് പർപ്പസ്. നമ്മുടെ വീട്ടിൽ പല ആവശ്യങ്ങൾക്കും വെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നേരിട്ട് വെള്ളം ഉപയോഗിക്കുക എന്നർത്ഥത്തിലാണ് കൺസംപ്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. ജലസേചനത്തിനും വീട്ടിലെ ആവശ്യങ്ങൾക്കും വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കപ്പെടുന്നു. അടുത്തതായി നോൺ കൺസംപ്റ്റീവ് നേച്ചർ. നോൺ കൺസംപ്റ്റീവ് എന്ന് പറഞ്ഞാൽ വെള്ളം നേരിട്ട് കൺസ്യൂം ചെയ്യുകയല്ല, നേരിട്ട് ഉപയോഗിക്കുകയല്ല, മറ്റു ചില കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കപ്പെടുകയാണ്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. The uses are in hydropower generation, navigation, aquaculture, etc. ജലത്തിൽ നിന്ന് വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാറുണ്ട്, അതിനു വേണ്ടിയിട്ട് വാട്ടർ ഉപയോഗിക്കുന്നു. അതുപോലെ നാവിഗേഷൻ, ട്രാൻസ്പോർട്ടേഷന് വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കാറുണ്ട്. ദെൻ അക്വാകൾച്ചർ, മത്സ്യകൃഷിക്ക് വേണ്ടിയിട്ടും വെള്ളം ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ളവ നമ്മൾ നേരിട്ട് കൺസ്യൂം ചെയ്യുകയല്ല, നേരിട്ട് ഉപയോഗിക്കുകയല്ല, മറ്റു ചില ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ വെള്ളം ഉപയോഗിക്കപ്പെടുകയാണ്. ഇനി അടുത്തതായി പാർഷ്യലി കൺസംപ്റ്റീവ് നേച്ചർ. ഇറ്റ് ഇൻക്ലൂഡ്സ് പബ്ലിക് വാട്ടർ സപ്ലൈ, ഇൻഡസ്ട്രിയൽ ആൻഡ് തെർമൽ പ്ലാന്റ്സ്. ഇവിടെ ചിലപ്പോൾ നേരിട്ട് ഉപയോഗിക്കുന്നു, ചിലപ്പോൾ മറ്റു ചില പർപ്പസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കപ്പെടുന്നു. അതാണ് പാർഷ്യലി കൺസംപ്റ്റീവ് നേച്ചർ. പബ്ലിക് വാട്ടർ സപ്ലൈ. ഇവിടെ പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വെള്ളം സപ്ലൈ ചെയ്യപ്പെടുകയാണ്. അപ്പോൾ പബ്ലിക് വാട്ടർ സപ്ലൈ എന്ന് പറഞ്ഞാൽ അത് ഗവൺമെൻറ്റിൻ്റെ പരിധിയിൽ വരുന്നതാണ്. അപ്പോൾ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചത് നേരിട്ട് ഉപയോഗിക്കുകയല്ല, വാട്ടർ മറ്റുള്ളവർക്ക് പ്രൊവൈഡ് ചെയ്യുവാനുള്ളതാണ്. അതുകൊണ്ടാണ് ഇതിനെ പാർഷ്യലി കൺസംപ്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. പിന്നീട് ആ വെള്ളം ലഭ്യമാകുന്നവർ അതിനെ കൺസ്യൂം ചെയ്യുകയാണ്, അതിനെ ഉപയോഗിക്കുകയാണ്. അതാണ് പാർഷ്യലി കൺസംപ്റ്റീവ് നേച്ചർ. അതുപോലെ ഇൻഡസ്ട്രിയൽ, പല വ്യവസായ ആവശ്യങ്ങൾക്കും വെള്ളം വേണം. വ്യവസായശാലകളിൽ പല പ്രോഡക്ട്സ് നിർമ്മിക്കുവാൻ വേണ്ടിയിട്ടായിരിക്കും വെള്ളം ഉപയോഗിക്കുക. അപ്പോൾ അവരത് മറ്റ് പ്രോഡക്ട്സ്, മറ്റ് ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുവാൻ വേണ്ടിയിട്ട് വെള്ളം ഉപയോഗിക്കുന്നു. അത് വാങ്ങിക്കുന്നവരാണ് ആ വസ്തുക്കൾ കൺസ്യൂം ചെയ്ത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് ഇവിടെ അതും പാർഷ്യലി കൺസംപ്റ്റീവ് നേച്ചർ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വാട്ടർ സോഴ്സസ്. നമുക്ക് പല രീതിയിലാണ് വെള്ളം ലഭ്യമാകുന്നത്. അത് ഏതൊക്കെയാണെന്ന് നോക്കാം. സർഫസ് വാട്ടർ റിസോഴ്സസ്. ദ സർഫസ് വാട്ടർ ജനറലി ഓർ ഫ്രം ദി ഫോളോയിങ് സോഴ്സസ്. സർഫസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാണെന്ന് നോക്കാം. സർഫസ് വാട്ടർ എന്ന് പറഞ്ഞാൽ ഉപരിതലം. ഉപരിതലത്തിൽ, അതായത് ഭൂമിയുടെ ഉപരിതലത്തിൽ നമുക്ക് വെള്ളം ലഭ്യമാകാറുണ്ട്. അപ്പോൾ അത് ഏതൊക്കെ രീതിയിലാണ് ഭൂമിയുടെ ഉപരിതലത്തിൽ ആ വെള്ളം
കാണപ്പെടുന്നത്. എങ്ങനെയാണ് അതവിടെ വരുന്നത് അത് നോക്കാം. പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് റെയിൻഫോൾ. മഴയുടെ രൂപത്തിൽ വെള്ളം താഴേക്ക് പതിക്കാറുണ്ട്. അത് ഒരു സർഫസ് വാട്ടർ സോഴ്സ് ആയിട്ടാണ് കരുതപ്പെടുന്നത്. ഭൂമിയുടെ ഉപരിതലത്തിൽ ആ വെള്ളം തങ്ങി നിന്ന് അതൊരു പ്രധാനപ്പെട്ട വാട്ടർ റിസോഴ്സായിട്ട് മാറുന്നു. അടുത്തതായി പ്രസിപ്പിറ്റേഷൻ ഇൻ ദ ഫോം ഓഫ് സ്നോഫോൾ. മഞ്ഞു വീഴ്ചയുടെ രൂപത്തിലും വെള്ളം ലഭിക്കാറുണ്ട്. അടുത്തതായി സീപ്പേജ് ഓഫ് അണ്ടർഗ്രൗണ്ട് വാട്ടർ ഇൻ ദ ഫോം ഓഫ് സ്ട്രീംസ്. സീപ്പേജ് എന്ന് പറഞ്ഞാൽ അണ്ടർഗ്രൗണ്ട് വാട്ടർ പുറത്തേക്ക് ഊറി വരുന്നതിനെയാണ് സീപ്പേജ് എന്ന് പറയുന്നത്. അതിൻ്റെ അളവ് വളരെ ഏറെ ആകുമ്പോഴാണ് അരുവികൾ ഉണ്ടാകുന്നത്. അപ്പോൾ ആ രീതിയിലും സർഫസ് വാട്ടർ റിസോഴ്സിനെ നമുക്ക് കാണാവുന്നതാണ്. അതർ റിലേറ്റഡ് ഡീറ്റെയിൽസ് ഓഫ് ഡിഫറെൻറ്റ് സർഫസ് വാട്ടർ റിസോഴ്സസ് ആർ ദി ഫോളോയിങ്. ഇനി നമുക്ക് പലതരത്തിലുള്ള സർഫസ് വാട്ടർ റിസോഴ്സസ് ഏതൊക്കെയാണെന്ന് നോക്കാം. നേരത്തെ പറഞ്ഞത് സർഫസ് വാട്ടർ എങ്ങനെയാണ് ഉപരിതലത്തിലേക്ക് എത്തുന്നത്. ഇനി അത് ഏതൊക്കെ ഫോമിൽ ഏതൊക്കെ രീതിയിലാണ് കാണപ്പെടുന്നതെന്ന് നമുക്ക് നോക്കാം. ഓഷ്യൻ ഓർ സീ വാട്ടർ റിസോഴ്സസ്. ഓഷ്യൻ റിസോഴ്സ് ഇസ് ദ ലാർജസ്റ്റ് വാട്ടർ റിസോഴ്സ്. നമുക്കറിയാം സമുദ്രങ്ങൾ അല്ലെങ്കിൽ കടലിൽ കാണപ്പെടുന്ന വെള്ളത്തിൻ്റെ അളവ് വളരെയേറെ കൂടുതലാണ്. യഥാർത്ഥത്തിൽ ഏറ്റവും വലിയ വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് ഓഷ്യൻ അല്ലെങ്കിൽ സീ വാട്ടർ റിസോഴ്സസ് തന്നെയാണ്. അടുത്തതായി റിവേഴ്സ് ആൻഡ് സ്ട്രീം റിസോഴ്സസ്. ദ റെയിൻ വാട്ടർ that does not infiltrate through the pores of land or does not evaporate run off on the earth's surface. മഴ പെയ്യുന്ന വെള്ളം സാധാരണ രീതിയിൽ താഴേക്ക് പതിച്ചു കഴിഞ്ഞാൽ ഒത്തിരി ദിവസങ്ങളോളം അതങ്ങനെ കെട്ടി നിൽക്കാറില്ല. മണ്ണിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. അതുവഴി ഈ വെള്ളം അത്രയും അകത്തേക്ക് വലിച്ചെടുക്കപ്പെടുകയാണ്. അങ്ങനെയാണ് വെള്ളം താരുക എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അത്തരത്തിൽ വെള്ളം അങ്ങനെ താഴാതെ കെട്ടിക്കിടക്കുകയോ അല്ലെങ്കിൽ ഓർ ഡസ് നോട്ട് ഇവാപറേറ്റ്സ് ബാഷ്പീകരിച്ച് പോകാതെയോ ചെയ്യുകയാണെങ്കിൽ ഇത് ഭൂമിയുടെ സർഫസിലൂടെ വെള്ളം ഒഴുകും. ദ റൺ ഓഫ് മേ ബി ലെസ് ഓർ മോർ. അപ്പോൾ ഇങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് ചിലപ്പോൾ കുറവായിരിക്കും, ചിലപ്പോൾ കൂടുതലായിരിക്കും. If the quantity of runoff is less, it is called stream. അങ്ങനെ ഒഴുകുന്ന വെള്ളത്തിൻ്റെ അളവ് കുറവാണെങ്കിൽ നമ്മളതിനെ അരുവികളെന്ന് പറയും. ബട്ട് ഇഫ് ദീസ് ക്വാണ്ടിറ്റി ഈസ് മോർ ഇറ്റ് ഈസ് നോൺ ആസ് റിവർ. പക്ഷേ ഇതിൻ്റെ അളവ് വളരെ കൂടുതലാണെങ്കിൽ അതാണ് നദിയായിട്ട് രൂപാന്തരം പ്രാപിക്കുന്നത്. നാച്ചുറൽ ലേക്സ് ആൻഡ് പോണ്ട്സ്. ലേക്സ് ഹോൾഡ് സ്റ്റാൻഡിങ് ഫ്രഷ് വാട്ടർ ത്രൂ ഔട്ട് ദ ഇയർ. വർഷം മൊത്തം നല്ല ഫ്രഷ് വാട്ടർ നിലനിർത്തുന്നവയാണ് ലേക്സ് അല്ലെങ്കിൽ തടാകങ്ങൾ. ലേക്ക് സുപ്പീരിയർ, കാസ്പിയൻ സീ ഇതൊക്കെ നാച്ചുറൽ ലേക്സിന് ഉദാഹരണങ്ങളാണ്. പോൺസ് അതായത് കുളങ്ങൾ. ദേ ആർ ജനറലി സ്മോൾ ടെമ്പററി ഓർ പെർമനൻറ്റ് ഷാലോ ഓഫ് വാട്ടർ. കുളങ്ങളെന്ന് വെച്ചാൽ തടാകത്തോളം വലിപ്പമില്ല, അറിയാമല്ലോ. അപ്പോൾ വളരെ ചെറിയ രീതിയിൽ വെള്ളം തങ്ങി നിൽക്കുന്ന സ്ഥലമാണ് കുളങ്ങൾ. വാട്ടർ ഫ്രം ദീസ് സോഴ്സസ് ഈസ് മോർ യൂണിഫോം ഇൻ ക്വാളിറ്റി. അപ്പോൾ ഇത്തരത്തിൽ തടാകങ്ങളിലോ കുളത്തിലോ ഒക്കെ ലഭിക്കുന്ന വെള്ളത്തിൻ്റെ ക്വാളിറ്റി ഏകദേശം എപ്പോഴും ഒരുപോലെ തന്നെ ആയിരിക്കും. അടുത്തതായി ആർട്ടിഫിഷ്യൽ റിസോഴ്സ്. ദീസ് ആർ ഫോംഡ് അക്രോസ് റിവർ വാലീസ്. ആർട്ടിഫിഷ്യൽ റിസർവോയേഴ്സ് സാധാരണ കൃത്രിമമായിട്ട് വെള്ളം ശേഖരിക്കപ്പെടുവാൻ വേണ്ടിയിട്ട് നിർമ്മിക്കുന്നവയാണ്. അത് നദികളിലാണ് അത്തരത്തിലുള്ള ആർട്ടിഫിഷ്യൽ റിസർവോയേഴ്സ് നിർമ്മിക്കപ്പെടുന്നത്. അപ്പോൾ വരൾച്ചയൊക്കെ ഉണ്ടാകുമ്പോൾ ഈ വെള്ളം ഉപയോഗിക്കാം. അടുത്തതായി ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് ഡിപ്പെൻഡ്സ് upon the type of geographical formation and rainfall. Generally, groundwater is clear and colorless but harder than the surface water of the region in which it occurs. Groundwater is major sources of fresh water for agricultural and domestic in many areas of the world. ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് അല്ലെങ്കിൽ ഭൂഗർഭ ജലം എന്ന് പറയും. സർഫസ് വാട്ടർ റിസോഴ്സസ് എങ്ങനെയാണ്? അത് ഭൂമിയുടെ ഉപരിതലത്തിൽ കാണുന്നതാണ്. ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ അത് ഭൂഗർഭ ജലമാണ്. ഭൂമിയുടെ
സർഫസിൽ കാണപ്പെടുന്ന വെള്ളമല്ല. ഗ്രൗണ്ട് വാട്ടറിൻ്റെ ലഭ്യത പല ഫാക്ടേഴ്സിനെയും അനുസരിച്ചിട്ടാണ്. ഭൂമിശാസ്ത്രപരമായിട്ടുള്ള പ്രത്യേകത, അതാണ് ജോഗ്രഫിക്കൽ ഫോർമേഷൻ. അതുപോലെ ലഭിക്കുന്ന മഴയുടെ അളവ്, അതാണ് ജോഗ്രഫിക്കൽ ഫോർമേഷൻ ആൻഡ് റെയിൻഫോൾ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഭൂമിശാസ്ത്രപരമായിട്ടുള്ള ചില പ്രത്യേകതകളും മഴയുടെ അളവും അനുസരിച്ചിട്ടാണ് ഭൂഗർഭജലം കാണപ്പെടുന്നത്. Generally, groundwater is clear and colorless but harder than the surface water of the region in which it occurs. സാധാരണഗതിയിൽ ഈ ഗ്രൗണ്ട് വാട്ടർ ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് മറ്റു മാലിന്യങ്ങളൊന്നും കലർന്നതല്ല, അതുപോലെ കളർലെസ്സുമാണ്. പക്ഷേ സർഫസ് വാട്ടറിനേക്കാളും കുറച്ചും കൂടെ ഹാർഡാണിത്. ഗ്രൗണ്ട് വാട്ടർ ഈസ് മേജർ സോഴ്സ് ഓഫ് ഫ്രഷ് വാട്ടർ ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക് ഇൻ മെനി ഏരിയാസ് ഓഫ് ദ വേൾഡ്. ഈ ലോകത്ത് പല സ്ഥലങ്ങളിലും അഗ്രികൾച്ചർ പർപ്പസിന്, അതായത് കൃഷി ആവശ്യത്തിനും ഡൊമസ്റ്റിക് പർപ്പസിനും വീട്ടാവശ്യങ്ങൾക്കുമെല്ലാം തന്നെ നിരവധി ആൾക്കാർ ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിനെയാണ്. അതാണ് പല സ്ഥലങ്ങളിലും ലഭ്യമാകുന്ന ഫ്രഷ് വാട്ടർ. അപ്പോൾ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ് എന്ന് പറയുന്നത് വളരെയേറെ പേർ ഡിപ്പെൻഡ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സോഴ്സസ് തന്നെയാണ്. ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് വാട്ടർ. ഇവിടെ വാട്ടർ എന്ന് ഉദ്ദേശിക്കുന്ന സർഫസ് വാട്ടറുമുണ്ട്, അതുപോലെ ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസുമുണ്ട്. ഇവയുടെയൊക്കെ അമിതമായിട്ടുള്ള ഉപയോഗം കൊണ്ട്, അല്ലെങ്കിൽ ഇവയുടെയൊക്കെ ചൂഷണം കൊണ്ട് ധാരാളം പ്രോബ്ലംസും ക്രിയേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. With the growth of human population, there is an increasing need for large amount of water to fulfill a variety of basic needs. മനുഷ്യന് എല്ലാ ആവശ്യങ്ങൾക്കും വെള്ളം വേണമല്ലോ. അപ്പോൾ പോപ്പുലേഷൻ ഗ്രോത്ത് ഉണ്ടായപ്പോൾ, ജനസംഖ്യാ വർധനവ് ഉണ്ടായപ്പോൾ അതിനനുസരിച്ച് തന്നെയും വെള്ളത്തിൻ്റെ ആവശ്യകതയും വർദ്ധിച്ചു വന്നു. ടുഡേ ഇൻ മെനി ഏരിയാസ് ദിസ് റിക്വയർമെൻറ്റ് കനോട്ട് ബി മെറ്റ്. ഇപ്പോഴും പല സ്ഥലങ്ങളിലും ആവശ്യത്തിനുള്ള വെള്ളം ലഭ്യമാകുന്നില്ല. കണ്ടിട്ടില്ലേ നിങ്ങൾ ടി വിയിലൊക്കെ എങ്കിലും? അനേകം കിലോമീറ്ററുകൾ യാത്ര ചെയ്താണ് പലരും വീട്ടാവശ്യത്തിനുള്ള വെള്ളം കൊണ്ടുവരുന്നത്. മോസ്റ്റ് പീപ്പിൾ യൂസ് മോർ വാട്ടർ ദാൻ ദേ റിയലി നീഡ്. ഒട്ടുമിക്ക ആൾക്കാരും അവർക്ക് ആവശ്യമുള്ളതിൽ കൂടുതലും വെള്ളം വെറുതെ ഉപയോഗിക്കുകയാണ്. മോസ്റ്റ് ഓഫ് us വേസ്റ്റ് വാട്ടർ ഡ്യൂറിങ് എ ബാത്ത് ബൈ യൂസിങ് എ ഷവർ ഓർ വൈൽ വാഷിംഗ് ക്ലോത്ത്സ്. ഒട്ടുമിക്കവരും ഷവർ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ധാരാളം വെള്ളം പൊയ്ക്കൊണ്ടേയിരിക്കും. അപ്പോൾ അങ്ങനെ വെള്ളം ഒരു കാര്യമില്ലാതെ ഉപയോഗിച്ച് കളയുന്നവരുണ്ട്. അതുപോലെ തുണി കഴുകുമ്പോൾ വെറുതെ ഇങ്ങനെ പൈപ്പ് തുറന്ന് വിട്ട് തുണി നനയ്ക്കും, ആവശ്യമുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ, അങ്ങനെയൊക്കെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. മെനി അഗ്രികൾച്ചറിസ്റ്റ് യൂസ് മോർ വാട്ടർ ദാൻ നെസസറി ടു ഗ്രോ ക്രോപ്സ്. അതുപോലെ പല കൃഷിക്കാരും അവരുടെ കൃഷിക്ക് ആവശ്യമുള്ളതിന് കൂടുതൽ വെള്ളം അങ്ങ് ഉപയോഗിക്കുകയാണ്. ഈ രീതിയിലൊക്കെയും സർഫസ് വാട്ടറിൻ്റെ എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ട്. നെക്സ്റ്റ്, ഓവർ എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസ്. ഇനി ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സസിനെ അമിതമായിട്ട് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന പ്രോബ്ലംസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഓവർ യൂസ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ സോഴ്സസ് ക്യാൻ കോസ് സെവറൽ കൈൻഡ്സ് ഓഫ് പ്രോബ്ലംസ് സച്ച് ആസ് ഹെവിലി പമ്പ്ഡ് വെൽ ക്യാൻ ലോവർ ദ ലോക്കൽ വാട്ടർ ടേബിൾ. നമുക്കറിയാമല്ലോ, കുഴൽക്കിണറിൽ നിന്നും വെള്ളം പുറത്തേക്ക് എടുക്കുന്നത് ഇങ്ങനെ പമ്പ് ചെയ്തിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ശക്തിയായിട്ട് പമ്പ് ചെയ്യുമ്പോൾ അവിടുത്തെ ആ വാട്ടർ ലെവൽ കുറഞ്ഞു വരും. അതാണ് ലോക്കൽ വാട്ടർ ടേബിൾ എന്ന് പറയുന്നത്. വാട്ടർ ലെവൽ കുറഞ്ഞു വരും, ആ ഒരു പ്രദേശത്തിൻ്റെ വാട്ടർ ലെവൽ തന്നെയും. ഇപ്പോൾ ഒരു പ്രദേശത്ത് കുറേയേറെ കുഴൽക്കിണറുണ്ടെങ്കിൽ അവിടുത്തെ വാട്ടർ ലെവൽ പതുക്കെ കുറഞ്ഞു വരും. പിന്നീട് വെള്ളം ലഭ്യമാകാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. ഹെവി പമ്പിങ് ഓൺ എ ബ്രോഡർ സ്കെയിൽ അഫക്ട്സ് ഓൾ അക്വിഫർ. അക്വിഫർ എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്, വെള്ളം ലഭ്യമാകുന്ന സ്ഥലം, അതാണ് ഓൾ അക്വിഫർ എന്ന് പറയുന്നത്. ഇവിടെ ആ ഭൂഗർഭ ജലമാണ് അക്വിഫർ എന്ന് ഉദ്ദേശിക്കുന്നത്. ഇങ്ങനെ ശക്തിയായിട്ട് പമ്പ് ചെയ്ത് കഴിയുമ്പോൾ ആ ഭൂഗർഭ ജലത്തിൻ്റെ സ്രോതസ്സിനെ തന്നെ അത് ബാധിക്കുകയാണ്. വെള്ളത്തിൻ്റെ അളവ് കുറഞ്ഞു വരുമല്ലോ. പിന്നെ എങ്ങനെയാണ് വെള്ളം പുറത്തേക്ക് വരുന്നത്? എക്സസീവ് പമ്പിങ് ഓഫ് ഗ്രൗണ്ട് വാട്ടർ കോസസ് പോറസ് ഫോർമേഷൻ ടു കൊളാപ്സ് റിസൾട്ടിങ് ഇൻ സബ്സിഡൻസ് ഓഫ് ദ എബോവ് സർഫേസ്. പോറസ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ മണ്ണിൽ ധാരാളം സുഷിരങ്ങളുണ്ട്. അതുകൊണ്ടാണ്
മഴവെള്ളം അബ്സോർബ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ഹെവി പമ്പിങ് നടത്തുമ്പോൾ ഈ പോറസ് ഫോർമേഷനെ അത് ബാധിക്കും. അതിനുശേഷം ഭൂമിയുടെ ഉപരിതലം താരും. അതാണ് സബ്സിഡൻസ് എന്ന് പറയുന്നത്. ഓവർ യൂസ് ഓഫ് ഫ്രഷ് വാട്ടർ റിസർവോയേഴ്സ് അലോങ് കോസ്റ്റ് ലൈൻസ് ഓഫൺ അലോസ് സോൾട്ട് വാട്ടർ ഇൻട്രൂഡ് ഇൻ ടു അക്വിഫേഴ്സ്. അതുപോലെ തന്നെ തീരപ്രദേശങ്ങളിൽ ധാരാളമായിട്ട് ഇതുപോലെ ഗ്രൗണ്ട് വാട്ടർ സോഴ്സസിനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പതുക്കെ കടലിലെ സോൾട്ട് വാട്ടർ, ഉപ്പുവെള്ളം ഈ ഒരു അക്വിഫറിലേക്ക് എന്ന് പറഞ്ഞാൽ വെള്ളത്തിൻ്റെ ശേഖരണയിലേക്ക്, അതാണ് ഗ്രൗണ്ട് വാട്ടർ റിസോഴ്സിനെയാണ് നമ്മൾ അക്വിഫർ എന്ന് പറയുന്നത്, അതിലേക്ക് കടക്കുവാൻ തുടങ്ങും. അതാണ് ഇൻക്ലൂഡ് ഇൻ ടു അക്വിഫേഴ്സ് എന്ന് പറയുന്നത്. പിന്നീട് ഉപ്പുവെള്ളമായിരിക്കും കയറുക. അത് തീരപ്രദേശങ്ങളിലാണ് കാണപ്പെടുക. നല്ല വെള്ളമെല്ലാം ഹെവി പമ്പിങ്ങിലൂടെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ഉപ്പുവെള്ളമായിരിക്കും ആ നല്ല വെള്ളം ശേഖരിച്ചിടത്തേക്ക് പിന്നീട് വരിക. അപ്പോൾ പമ്പ് ചെയ്ത് ലഭ്യമാകുന്നതും അത്തരത്തിൽ ഉപ്പ് രസമുള്ള വെള്ളമായിരിക്കും. അടുത്തതായി കോൺഫ്ലിക്ട്സ് ഓവർ വാട്ടർ. ജലസ്രോതസ്സുകളുടെ പേരിൽ രാജ്യങ്ങൾ തമ്മിൽ അല്ലെങ്കിൽ സംസ്ഥാനങ്ങൾ തമ്മിലൊക്കെയും ഡിസഗ്രീമെൻ്റ്, അഭിപ്രായ വ്യത്യാസങ്ങളും വഴക്കും യുദ്ധങ്ങൾ വരെയും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചാണ് ഇനി പഠിക്കുവാൻ പോകുന്നത്. The conflict over water around the world may be classified in the following categories. ആ കോൺഫ്ലിക്ട്സിനെ ഇങ്ങനെ ക്ലാസിഫൈ ചെയ്യാം. The control of water resources. Water supplies or access to water is the root of tensions. The control of water resources എന്ന് പറഞ്ഞാൽ ആ ഒരു വെള്ളത്തിൻ്റെ സ്രോതസ്സിൻ്റെ നിയന്ത്രണം ആർക്കാണ് എന്നതിൻ്റെ പേരിൽ കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ വഴക്കാകാറുണ്ട്. പൊളിറ്റിക്കൽ ടൂൾ. Water resources or water system themselves are used by national, state or group for political goal. പൊളിറ്റിക്കൽ ടൂൾ എന്ന് പറഞ്ഞാൽ രാഷ്ട്രീയപരമായിട്ടുള്ള ലക്ഷ്യങ്ങൾക്ക് വേണ്ടിയിട്ട് വാട്ടർ റിസോഴ്സസിനെ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ അത് നാഷണൽ ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ സ്റ്റേറ്റ് ലെവലിലായിരിക്കാം, അല്ലെങ്കിൽ ചില പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ ഗ്രൂപ്പ്സ് തമ്മിലായിരിക്കാം. അവരത് രാഷ്ട്രീയ ആയുധമായിട്ട് ഉപയോഗിക്കാറുണ്ട്. അടുത്തതായി ടെററിസം. വാട്ടർ റിസോഴ്സസ് ഓർ വാട്ടർ സിസ്റ്റം ആർ ഐദർ ടാർഗറ്റ് ഓർ ടൂൾസ് ഓഫ് വയലൻസ് ബൈ ടെററിസ്റ്റ്. അതുപോലെ തീവ്രവാദ സംഘടനകളും വാട്ടർ റിസോഴ്സസിനെ അവരുടെ വയലൻസിന് വേണ്ടിയിട്ട് ഉപയോഗിക്കാറുണ്ട്. മിലിറ്ററി ടാർഗറ്റ്. വേർ വാട്ടർ റിസോഴ്സസ് സിസ്റ്റം ആർ ടാർഗറ്റ് ഓഫ് മിലിറ്ററി ആക്ഷൻ ബൈ നേഷൻ. അതുപോലെ മിലിറ്ററി ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ പട്ടാളം മറ്റൊരു രാജ്യത്തിനെ ആക്രമിക്കുമ്പോൾ അതിനൊരു കാരണമാക്കി വാട്ടർ റിസോഴ്സസിനെ അവർ പറയും. അത് പിടിച്ചടക്കുവാൻ വേണ്ടിയിട്ടാണ് യുദ്ധമുണ്ടാക്കിയത് എന്ന രീതിയിൽ അവർ പറയാറുണ്ട്. അതൊരു കാരണം മാത്രം. അതിൻ്റെ പേരിൽ പട്ടാളക്കാർ, ഒരു രാജ്യത്തിലെ പട്ടാളക്കാർ മറ്റൊരു രാജ്യത്തിലെ പട്ടാളക്കാരെ ആക്രമിക്കുകയും രാജ്യത്തെ ആക്രമിക്കുകയൊക്കെ ചെയ്യുന്നു. അപ്പോൾ ഇത്തരത്തിൽ പല രീതിയിലാണ് ഈ കോൺഫ്ലിക്ട്സിനെ ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. In India, there are so many water conflicts occurred between states such as Karnataka and Tamil Nadu, which for the Kaveri river water, and between Haryana and Punjab over the construction of Satluj Yamuna Canal. ഇന്ത്യയിലും ഇത്തരത്തിലുള്ള കോൺഫ്ലിക്ട്സ് ഉണ്ട്. കർണാടകയും തമിഴ്നാടും കാവേരി നദീജലത്തിൻ്റെ കാര്യത്തിലും, അതുപോലെ ഹരിയാന, പഞ്ചാബ് എന്നീ സംസ്ഥാനങ്ങൾ സത്ലജ് യമുന കനാലിൻ്റെ പേരിൽ പല തർക്കങ്ങളും ഉന്നയിച്ചിട്ടുണ്ട്.